ഉമ്മയാണെങ്കിൽ പോലും ഉമ്മാന്റെ പൊരുത്തമില്ലാത്തവന്, ഉപ്പയുടെ പൊരുത്തമില്ലാത്തവന് സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അതുകൊണ്ട് നല്ല ജീവിതം കാഴ്ചവെക്കണം. നിങ്ങളെ കുടുംബത്തിൽ ആരോടും പകവെക്കണ്ട അല്ലേ? ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ശത്രു നമ്മുടെ കുടുംബങ്ങളാണ്. ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ നാട്ടുകാരാണ്. ഏറ്റവും വലിയ ശത്രു നമ്മുടെ കൂട്ടുകാരാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നാട്ടുകാർ തമ്മിൽ പക, കുടുംബക്കാർ തമ്മിൽ വിദ്വേഷം, സുഹൃത്തുക്കൾ തമ്മിൽ പാര. ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. നന്നാകണം, ജീവിതത്തിൽ നന്നാകണം. മൊബൈൽ സ്റ്റാറ്റസ് എന്തുടാ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും സ്വാലിഹീങ്ങളെ പോലത്തെ മനുഷ്യന്മാരാണ്. അവനവന്റെ ജീവിതം എടുത്തു നോക്കുമ്പോ അതും ഇതും തമ്മിൽ കടലും കടലയൊക്കെ ഉള്ള പോലെ ഒരു ബന്ധമില്ല. അങ്ങനെയാവരുത്. ഭാര്യ ഭർത്താക്കന്മാർ ഹബീബ് തങ്ങളും ഖദീജ ഉമ്മയും ജീവിച്ചു പോയ പോലെ ജീവിക്കണം അല്ലേ? വഫാത്തിന് ശേഷവും ഖദീജ എന്ന് പറയുമ്പോ ഹബീബ് തങ്ങളുടെ മുഖം ചുകക്കുമായിരുന്നു എന്നാണ്. ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ, തിന്നാൻ ആഹാരമില്ലാതെ ടണ്ടിന്റെ അകത്ത് കിടന്നിട്ട് ആദരവായ മുത്തു റസൂലുള്ളാന്റെ ഭാര്യയാണ്. കോടീശ്വരന്റെ പൊന്നുമോളാണ്. കോടീശ്വരിയായിരുന്നു, വലിയ ധനാഢ്യയായിരുന്നു. അവസാനം കഴിക്കാൻ ആഹാരമില്ലാതെ ഈ ലോകത്തോട് വിട പറയുമ്പോ, യാത്ര പറയുമ്പോ ഹബീബ് തങ്ങൾ പറയുന്നു, ഖദീജ, അള്ളാന്റെ അടുക്കൽ പോയിട്ട്, റബ്ബിന്റെ അടുക്കൽ പോയിട്ട് എന്നെ ആവലാതി പറയല്ല ഖദീജ, എന്നെ വേവലാതി പറയല്ല ഖദീജ. വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപൊറുക്കണേ ഖദീജ. ഖദീജവും അവിടത്തെ കയ്യ് ഹബീബ് തങ്ങളുടെ കയ്യോടടച്ചു പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അവിടത്തെ ഭാര്യയായതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല. ഞാൻ അവിടത്തെ ധാരാളം സ്നേഹിച്ചു നബിയേ, ധാരാളം ഖിദ്മത്ത് ചെയ്തു നബിയേ. ഈ ഖദീജയിൽ നിന്ന് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യോട് കൈ ചേർത്ത് പിടിച്ച് 1000 ചുംബനം ഹബീബ് തങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ ഹബീബ് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. മരണശേഷവും ഖദീജയോട് പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമാ. അവിടത്തെ കഫൻ ചെയ്യുമ്പോ, കാൽഭാഗത്തേക്ക് പുല്ല് വെച്ച് കെട്ടുമ്പോ ഹബീബ് തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴിക്കുന്നു. അങ്ങനെയുള്ള കുടുംബജീവിതമാണ് അല്ലാഹു തആല അവരുടെ കൂടെ സുഖലോക സ്വർഗം പങ്കിടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സ്വഭാവം നന്നാക്കണം, ദേഷ്യം ഒഴിവാക്കണം. ഭാര്യയോട് ദേഷ്യപ്പെടുക, ഉമ്മാട് ചൊടിക്കുക, മക്കളോട് ചൊടി. ദേഷ്യം എന്നുള്ളത് വളരെ അൽ-ഖളബു മിനശ് ശൈത്താനിർ റജീം, ദേഷ്യം ശൈത്താനിൽ നിന്നാണ്. മീറ്റിംഗിൽ ചൂടാകുക അല്ലേ, മുക്രിക്കാനോട് ചൂടാകുക, പാവങ്ങളായ മിസ്കീന്മാരോട് ചൂടാകുക. ചൂടാവാൻ പാടില്ല. യാചകന്മാരോട് പോലും നമ്മൾ ദേഷ്യപ്പെടണ്ട. നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന VIP-കളാകാം അവർ, ചിലപ്പോ പരീക്ഷണത്തിന് വന്ന മലക്കുകളാകാം അവർ അല്ലേ. പോലീസുകാരുടെ മുന്നിൽ കൈനീട്ടുന്ന ഉമ്മ അല്ലൊരമ്മ ഭക്ഷണത്തിന് വേണ്ടി അങ്ങും ഇങ്ങും തിരിഞ്ഞു മറിഞ്ഞ് ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി കൈനീട്ടുമ്പോ ആരും കാണാത്ത പോലെ, അറിയാത്ത പോലെ ആ രൂപം, നമ്മുടെ കരുണ നമ്മളിൽ നിന്ന് എടുത്തു കളയപ്പെടാൻ പാടുള്ളതല്ല. ഒന്ന് ചുറ്റുഭാഗം ശ്രദ്ധിക്കണം.
എല്ലാവരോടും കരുണ വേണം, എല്ലാവരെയും സ്നേഹിക്കണം. നമ്മുടെ നാട്ടുകാരൊക്കെ ഉഷാറാകണം, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉഷാറാകണം. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മനോഹരമായ വീട് വേണം. നമ്മുടെ നാട്ടിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം. എല്ലാവർക്കും ആരോഗ്യം വേണം. ആരുടെയും ദാമ്പത്യ ജീവിതം പൊളിക്കാൻ നമ്മൾ കാരണമാകാൻ പാടുള്ളതല്ല. എല്ലാവരോടും നല്ല സ്വഭാവത്തിലായി പെരുമാറി എല്ലാവർക്കും നന്മ ചെയ്ത് ആരുടെയും കണ്ണുനീരിന് കാരണമാവാതെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് നന്മയുടെ വാക്താക്കളായി ജീവിച്ചു മരിക്കണം. അല്ലാഹുവേ, നീ തൗഫീക്ക് നൽകണം അല്ലാ, നീ റാഹത്ത് നൽകണം അല്ലാ, നീ സന്തോഷം നൽകണം അല്ലാ. പിരിവന്തും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ റാത്തിബിനും മറ്റു നേർച്ചകളൊക്കെ ലിസ്റ്റായിനാ, ഒക്കെ റെഡിയായിന, ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആരോടും ബുദ്ധിമുട്ട് ചോദിക്കുന്നില്ല. മരിച്ചുപോയ ഉമ്മയുപ്പയുള്ളവരുണ്ടെങ്കിൽ മരിച്ചുപോയ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ, ജീവിച്ചിരിപ്പുള്ള ഉമ്മയുപ്പയുണ്ടെങ്കിൽ ആഫിയത്തോടെയുള്ള ദീർഘായുസിന് 1000 റുപ്യ ആരെങ്കിലും നിങ്ങൾ നേർച്ച ആട് സാധനങ്ങളൊക്കെ കൊടുത്തോ. അതിന് പുറമെ മരിച്ചുപോയ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ആരെങ്കിലും ഒരാൾ, അൽഹംദുലില്ലാ, എന്ത് പേര്, ഹസൻ ഹുസൈനാർ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഉമ്മ ഉപ്പാക്കും വേണ്ടി അല്ലേ മരിച്ചുപോയരാ, ഉമ്മയും ഉപ്പയും ഹസൈനാർന്നവരുടെ ഉമ്മയുപ്പയൊക്കെ മരിച്ചുപോയിട്ടുണ്ട്. യാ റബ്ബേ, റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആ ഉമ്മയും ഉപ്പയും കൊല്ലത്തിൽ കാത്തു നിൽക്കുന്ന വളരെ മനോഹരമായ ദിവസമാണ്. അള്ളാഹു നമുക്ക് കനിഞ്ഞേക്ക് ഒരു ബർക്കത്തിന്റെ ദിവസമാണ്. 1000 റുപ്യ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം അല്ലാ. ആ പൊന്നുമോൻ ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം നൽകണേ അല്ലാ. നാളെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കൈപിടിച്ച് സ്വർഗത്തിലെത്താൻ ആ പൊന്നുമോനും കുടുംബത്തിനും നീ തൗഫീക്ക് നൽകണം അല്ലാ. ഈ സമയം തന്നെ ആ ഉമ്മാക്കും ഉപ്പാക്കും പൊന്നുമോനെ കൊണ്ടുള്ള സന്തോഷം ഈ റജബിന്റെ ആദ്യ വെള്ളിയാഴ്ച രാത്രി അനുഗ്രഹമായി ചൊരിയണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ ആരെങ്കിലും ഉണ്ടാ ഉമ്മാന്റെ ഉപ്പാന്റെ ഒരാൾ? അൽഹംദുലില്ലാ, ഉമ്മ ഉപ്പയും കാക്ക അമ്മ, എന്ത് പേര്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഉമ്മയും ഉപ്പയും കാക്ക അമ്മായിയും അവരുടെ എല്ലാം ഖബറിലേക്ക് ഈ സമയം തന്നെ നീ എത്തിച്ചു കൊടുക്കല്ലാ. റഹ്മത്തും റാഹത്തും ഏറ്റി കൊടുക്കല്ലാ. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. അബ്ദുറഹ്മാൻ എന്നവർക്കും കുടുംബത്തിനും റാഹത്ത് നൽകണേ അല്ലാ. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമാ പൊന്നുമോന് നൽകണം അല്ലാ. കാക്ക അമ്മായിക്കും ഉമ്മ ഉപ്പാക്കും ഇതൊരു സന്തോഷത്തിന്റെ രാത്രിയായി, അനുഗ്രഹത്തിന്റെ രാത്രിയായി, ബറക്കത്തിന്റെ രാത്രിയായി നീ സുഖാഡംബരം നൽകണം അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ മരിച്ചുപോയവരുടെയോ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിലൊക്കെ 1000 റുപ്യ? അൽഹംദുലില്ലാ, ഒരു ചെറുപ്പക്കാരൻ, എന്ത് പറഞ്ഞ പേര്, റൌഫ്. ഉമ്മ ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മ ഉണ്ട്, റൌഫിന്റെ ഉമ്മ. അല്ലാഹു ആ ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ, റഹ്മത്തും ബറക്കത്തും കൊടുക്കല്ലാ. മരിച്ചുപോയ ഉപ്പാക്ക പൊന്നുമോനെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. ഈ രാത്രിയുടെ ബറക്കത്താ ഉപ്പാന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോനെ കൊണ്ട് ആനന്ദിക്കാൻ ആ ഉപ്പാക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. റാഹത്തും ബറക്കത്തും ആ ഉപ്പാന്റെ ഖബറിൽ വാരിക്കോരി കൊടുക്കണം അല്ലാ. ആ പൊന്നുമോന് നീ റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കല്ലാ. ഇനി ആരെങ്കിലും, നിർബന്ധമില്ല ആർക്കും, സലീം ലത്തീഫി ഉസ്താദ് ഉപ്പ മരിച്ചു, ഉമ്മ ഉണ്ട് അല്ലേ സാധ നമ്മുടെ കൂടെ കുറച്ചു കാലം സേവനം ചെയ്ത് നമ്മൾ കൂർണടക്കത്തുണ്ടാകുമ്പോൾ ഒന്നിച്ച് നമ്മുടെ അസിസ്റ്റന്റായിട്ട് ദർസും ഖുതുബയും കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്ന ഒരു സുഹൃത്തായിരുന്നു. നല്ല സ്വഭാവക്കാരൻ, എല്ലാവർക്കും ഇഷ്ടം. ഞാൻ വിട്ടിട്ട് പോയിട്ട് 6 കൊല്ലായി എന്ന് മൂപ്പറാടനെ ഇപ്പോഴും നിർബന്ധം കൊണ്ട്, നാട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അവിടെ നിൽക്കുന്ന വ്യക്തിയാണ്. നമുക്കും എല്ലാവർക്കും നല്ല ഉപകാരം ചെയ്ത, കൂടെ ഉണ്ടാകുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉസ്താദാണ്. ഉസ്താദിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവേ, നീ ഉമ്മാക്ക് നീ ഖൈർ നൽകണം അല്ലാ. ഭാര്യക്കും മക്കൾക്കും റാഹത്ത് നൽകണേ അല്ലാ. ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചറബ്ബേ, ആ ഉസ്താദായ പൊന്നുമോനെ കൊണ്ട് ആ ഉപ്പാന്റെ ഖബർ അനുഗ്രഹിക്കണേ അല്ലാ. ഈ രാത്രി സന്തോഷം കോരിവാരി കൊടുക്കല്ലാ. ഈ രാത്രിയുടെ ദുആന്റെ സന്തോഷമാ പിതാവിന്റെ ഖബറിലേക്ക് ആനന്ദമാക്കി കൊടുക്കണം അല്ലാ. റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ കാര്യങ്ങളെ റാഹത്തിലാക്കണേ അല്ലാ.
മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണം അല്ലാ. കമ്മിറ്റിക്കാർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമില്ല. ആരെങ്കിലും ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ഒരാൾ അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാരൻ എങ്ങനെ നവാസ അല്ലേ? നവാസ് എന്നല്ല പറഞ്ഞു. ആ, ആരോഗ്യത്തിന് വേണ്ടി ഉമ്മാക്കും ഉപ്പാക്കും അൽഹംദുലില്ലാഹ് പൊന്നുമോനും ഉമ്മാന്റെയും ഉപ്പാന്റെയും ആരോഗ്യം കണ്ട് സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഉമ്മാന്ന് വിളിക്കാൻ ഉപ്പാന്ന് വിളിക്കാൻ, ആ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം വാങ്ങാൻ ആ പൊന്നുമോന് നീ തൗഫീഖ് നൽകുകയല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. നവാസിനും വേണ്ടപ്പെട്ടവർക്കും റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കല്ലാ. ഒരുപാട് സന്തോഷങ്ങൾ ആ കുടുംബത്തിന് നീ കോരിവാരി കൊടുക്കണം അല്ലാ. ആരെങ്കിലും ഉണ്ടോ മരിച്ചുപോയ ഉമ്മായും ഉപ്പയും കൊല്ലത്തിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞ രാത്രികളിൽപ്പെട്ട വെള്ളിയാഴ്ച, റജബിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നല്ലൊരു അവസരമാണ് ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷമാക്കാൻ, അവരുടെ പൊരുത്തം കരസ്ഥമാക്കാൻ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടാ? 1000 റുപ്യൊക്കെ നാളെ മറ്റന്നാൾക്ക് നിങ്ങൾ പരിപാടി സാവകാശം നോക്കി കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. എല്ലാവരും കൊടുത്തവരാണ്. നേർച്ചയും ആടും മറ്റു വസ്തുക്കളും സാധനങ്ങളും അല്ലേ എല്ലാവരും തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ദുആ ചെയ്യുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. ആരെങ്കിലും ഉണ്ടാ 1000 റുപ്യ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാ. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമുക്ക് നമ്മുടെ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കൊടുത്താൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഇതുപോലെ ഉപ്പാടെ പേരിൽ ഉമ്മാടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുക. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ സദഖയായിട്ട് ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് സമ്പത്തും ആഫിയത്തും റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിഹ ഓതി ചെറിയൊരു ദുആ നടത്തിയിട്ട് എല്ലാവരും പോകുമ്പോൾ മുസാഫഹത്താക്കിയിട്ട് പോകാം. പോകുമ്പോൾ മുസാഫഹത്താക്കൂലേ? പൈസ ഉള്ളവർ തരിക, അല്ലാത്തവർ തരണ്ട. മുസാഫഹത്ത് എല്ലാവരും ചെയ്യുക. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇതാക്കണ ലിസ്റ്റ് എന്തെങ്കിലും വായിക്കണ്ട. ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് ഇവിടെ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസകൾ നൽകിയിട്ടുണ്ട്. ബി ഫാത്തിമ മരിച്ചുപോയ ഭർത്താവിൻ്റെയും ഉമ്മാൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ 500 രൂപ. മുഹമ്മദ് പഞ്ചളം മരിച്ചുപോയ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ കിടാവിന് വേണ്ടി 100 രൂപ. ഒരു സ്ത്രീ സുഖപ്രസവത്തിന് വേണ്ടി 100 രൂപ. മുള്ളാളം ലത്തീഫും അസൈനാറും മരിച്ചുപോയ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ 3313 രൂപ. അന്തേരി അദ്ലച്ച മരിച്ചുപോയവരുടെ പേരിൽ 501 രൂപ. അബൂബക്കർ ബഗുഡയിൽ മരിച്ചുപോയവരുടെ പേരിൽ 200 രൂപ. ഒരാൾ മരിച്ചവരുടെ പേരിൽ 100 രൂപ. ഒരാൾ മരിച്ച ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ 500 രൂപ. ലുഹ ഫാത്തിമ മരിച്ച കുടുംബത്തിൻ്റെ പേരിൽ 500 രൂപ. ഒരാൾ മരിച്ച കുടുംബക്കാരുടെ പേരിൽ 100 രൂപ. അബ്ദുള്ള എണ്ണം മരിച്ച ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ 200 രൂപ. ഒരു സ്ത്രീ മരിച്ച ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ പേരിൽ 100 രൂപ. മുഹമ്മദ് മാസ്റ്റർ ദുആ ചെയ്യാൻ വേണ്ടി 250 രൂപ. അസീസ് KCM 1000 രൂപ.
ഇസാഖ് എൻ ഒരു ആട് അടുത്ത വർഷത്തേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ അടുത്ത കൊല്ലത്തേക്ക് തടിക്ക് സുഖം കിട്ടാൻ വേണ്ടി ഒരു ആട് നടന്നിട്ടുണ്ട്. ഖൈറു മരിച്ച ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. മൈമൂന മരിച്ച ഇഞ്ഞാന്റെ പേരിൽ 100 രൂപ. സൗറ മകൾക്ക് സുഖം കിട്ടാനും മരിച്ചുപോയ ഇഞ്ഞാന്റെ പേരിൽ 100 രൂപ. ഒരാൾ മരിച്ച ഉമ്മ ഉപ്പ ഇച്ചാന്റെ പേരിൽ 500 രൂപ. അന്തേരി അദ്ലച്ചാന്റെ മകൾ മർസീന തിരൂർ കഴിഞ്ഞ കൊല്ലം മകളുടെ മകൻ മുഹമ്മദ് ലാസിം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നേർച്ചയാക്കിയ ആടിന്റെ വകയായി 2000 രൂപയുടെ എത്തിച്ചിട്ടുണ്ട്. മർസീന തിരൂർ മരണപ്പെട്ട ഉമ്മാന്റെയും ആങ്ങളയുടെയും അനിയത്തിയുടെയും പേരിൽ 1000 രൂപ. മുറാദ് ഒരാള് മരിച്ച ഉപ്പാന്റെ പേരിൽ 100 രൂപ. ഒരാൾ മരണപ്പെട്ടു പോയ BA മുഹമ്മദിന്റെ പേരിൽ 100 രൂപ. മുഹമ്മദ് പള്ളിക്കര മരിച്ചുപോയ ഉമ്മ ഉപ്പ അനിയന്റെ പേരിൽ അനിയൻ അബ്ബാസിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. കൊറഗപ്പ കുണ്ടേരി ദുആ ചെയ്യാൻ വേണ്ടി 250 രൂപ. വൈദ്യർ മുഹമ്മദ് മരിച്ച ഉമ്മാന്റെയും ഉപ്പാന്റെയും കുടുംബത്തിന്റെയും പേരിൽ 500 രൂപ. നബീസ ഹുസൻചാന്റെ ഭാര്യ 5 കിലോ പഞ്ചസാര 2 പാക്ക് ഊതുവത്തി ദുആ ചെയ്യാൻ വേണ്ടി 250 രൂപയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മറീനി സുബേഗട്ട മരിച്ച ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ അതുപോലെ തന്നെ മകൻ ബസീറിന്റെ പേരിലും ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. റഫീഖ് മുറാദ് ആസ്ലാകാൻ വേണ്ടി 150 രൂപ. ലത്തീഫ് തൊട്ടനുണ്ട് മരിച്ച ഉമ്മ ഉപ്പാന്റെ പേരിൽ 100 രൂപ. ഖാദർ എണ്ണം മരിച്ച ഉമ്മ ഉപ്പാന്റെ പേരിൽ 100 രൂപ. ഒരു സ്ത്രീ മരിച്ച ഉപ്പ ഉമ്മാന്റെ പേരിൽ 100 രൂപ. ഒരു സ്ത്രീ മരിച്ച അമ്മായിന്റെയും കാക്കാന്റെയും പേരിൽ 100 രൂപ. ഒരാൾ മരിച്ച ഉമ്മ ഉപ്പാന്റെ പേരിൽ 100 രൂപ. ഒരു സ്ത്രീ മരിച്ച ഭർത്താവിന്റെ കുടുംബത്തിന്റെ പേരിൽ 150 രൂപ. അബ്ദുറഹ്മാൻ ബായാടി, അബൂബക്കർ സിദ്ദീഖ്, അസീസ്, ലത്തീഫ് ബായാടി. മുറാദ് ആസ്ലാകുവാനും മരണപ്പെട്ടുപോയ ഉപ്പാന്റെയും ഖലീൽ ബായാടിയുടെയും മകൻ സമീമിന്റെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 3000 രൂപ. ഒരാൾ ഉപ്പാക്കും ഉമ്മാക്കും തടിക്ക് ആഫിയത്തിന് വേണ്ടിയും മരിച്ചുപോയ പെങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. നബീസ മരിച്ച ഉമ്മാന്റെ പേരിൽ 100 രൂപ. ഒരാൾ തടിക്ക് സുഖം കിട്ടാൻ വേണ്ടി മരിച്ചവരുടെ പേരിലും ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ. ഒരു സ്ത്രീ മരിച്ച ഉമ്മ ഉപ്പാക്ക് വേണ്ടി 100 രൂപ. പിന്നെ ഒരു സ്ത്രീ 150 രൂപ. പിന്നെ ഒരു സ്ത്രീ മരിച്ചവരുടെ പേരിലും തടിക്ക് സുഖം കിട്ടാൻ വേണ്ടി 100 രൂപ. മരിച്ച ഉമ്മാക്ക് വേണ്ടി 100 രൂപ. ഒരു സ്ത്രീ മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി 100 രൂപ. അതുപോലെ തന്നെ പിന്നൊരു സ്ത്രീ 50 രൂപ. ഭർത്താവിന് ജോലി ശരിയാകുവാൻ വേണ്ടി 200 രൂപ. മരിച്ച ആങ്ങളുടെ പേരിൽ 100 രൂപ. മരിച്ചവരുടെ പേരിൽ 101 രൂപ. മരിച്ച കുടുംബത്തിന് വേണ്ടി 101 രൂപ. പിന്നൊരു സ്ത്രീ കുടുംബത്തിന്റെ പേരിൽ മരിച്ചവരുടെ പേരിൽ 200 രൂപ. മുറാദ് ആസ്ലാകാൻ വേണ്ടി 100 രൂപ. മരിച്ച അനിയന്റെ പേരിൽ 100 രൂപ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പട്ടികയിൽ യോജിച്ചവർ ഒരുപാട് ആളുകൾ ആ യോജിച്ച വാഗ്ദത്തം ചെയ്ത സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് മുറാദുകൾ വെച്ചിട്ടാണ് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നതും അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് പട്ടിക യോജിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് യോജിക്കേണ്ടതാണ്. അടുത്ത വർഷത്തേക്ക് ബി ഫാത്തിമ, ബീബിഞ്ഞ എസ് അടുത്ത വർഷത്തേക്ക് ഒരു ആട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസഞ്ച എല്ലാ വർഷവും യോജിക്കുന്നതാണ്. അടുത്ത വർഷത്തേക്ക് 2 ആട് യോജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുള്ളാളം അസിനാറും ലത്തീഫും കൂടിയിട്ട് അടുത്ത വർഷത്തേക്ക് 2 ആട്. അതുപോലെ തന്നെ എല്ലാ വർഷവും യോജിക്കുന്നത് പോലെ അബ്ദുള്ള ഗോവ മൂല 3 ആടും 1 കോണി ഉള്ളിയും 1 കോണി പഞ്ചസാരയും ഇവിടെ അടുത്ത വർഷത്തേക്ക് യോജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം യോജിച്ച സാധനം നാളെ രാവിലെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. മുഹമ്മദ് കേട്ടി 1111 രൂപ യോജിച്ചിട്ടുണ്ട്. റൌഫും അതുപോലെ തന്നെ യാസിം നീർപ്പത്തി അടുത്ത വർഷത്തേക്ക് 2 ആട് ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്വാലിയ അബ്ദുള്ള അയ്യൂബ് അടുത്ത വർഷത്തേക്ക് 10 കിലോ പഞ്ചസാര ഇവിടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബീറും കാർഡൽ ബഷീറും കൂടിയിട്ട് അടുത്ത വർഷത്തേക്ക് 1 ആട്. അതുപോലെ തന്നെ സായിദ കോരിക്കാർ മുറാദ് ഹാസിലാകുവാൻ വേണ്ടി 1 ആട് അടുത്ത വർഷത്തേക്ക് നേർന്നിട്ടുണ്ട്. BA ഖാദർ ബഗുഡേൽ അടുത്ത വർഷത്തേക്ക് 1 ആട് നേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൗഫീഖ് ബഹ്റൈൻ 500 രൂപ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. ജാപ്പു ഉമ്മാന്റെയും ബാപ്പാന്റെയും ആരോഗ്യത്തിന് വേണ്ടി, ബാപ്പ വീട്ടിൽ കിടപ്പിലാണ്, ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകമായി ഉസ്താദുകളോട് ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ജാപ്പു മരിച്ച BA മുഹമ്മദിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. ഒരുപാട് ലിസ്റ്റുകളും മരിച്ചവർക്ക് വേണ്ടിയും മറ്റുമൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ അവരെന്താണ് ഉദ്ദേശം അള്ളാഹു അറിയുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അതുപോലെ ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ സി മീഡിയ അല്ലേ ഇവിടെ ലൈവ് പരിപാടി കണ്ടവർ ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇവിടെ ഒരുപാട് വായിച്ചു. സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകാൻ, വീട് സ്വന്തമാകാൻ, മറ്റു പല കാര്യങ്ങൾക്കും മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ നാട്ടിലുള്ളവരും ഗൾഫിലുള്ളവരും മനസ്സിലാഗ്രഹിച്ചവരും പറഞ്ഞവരും പറയാത്തവരും എല്ലാവർക്കും അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും നല്ല ഹലാലായ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ജമാഅത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ അവർ ഒരുപാട് സഹകരിക്കുന്നുവെന്ന് ഇവിടെ സെക്രട്ടറി നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞു. അള്ളാഹു ജമാഅത്തിലുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രവാസിമാരുടെ ഭാര്യമാർ അവർ സങ്കടവും വിഷമവും ബുദ്ധിമുട്ടുകളെല്ലാം മറക്കാൻ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എപ്പോഴും സങ്കടവും അസമാധാനവും ബേജാറുകളും ആയി അവർക്ക് തിരിച്ചു പോകരുത്. നല്ല സൗമ്യമാർന്ന വാക്കുകൾ ഭാര്യമാർ പറഞ്ഞ് ഉമ്മമാർ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കണം. പ്രവാസികളുടെ ബുദ്ധിമുട്ട്, ബേജാറ്, സങ്കടം അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭാര്യമാർ അത് മനസ്സിലാക്കണം, ഉമ്മമാർ അത് മനസ്സിലാക്കണം, പെങ്ങന്മാർ അത് മനസ്സിലാക്കണം. അവരുടെ ബുദ്ധിമുട്ടിൽ അവർ നമുക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച് നാടിനു വേണ്ടി, ജമാഅത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളെ സഹായിക്കാൻ, സ്ഥാപനങ്ങളെ സഹായിക്കാൻ, ദീനിനെ സഹായിക്കാൻ ഒക്കെ മനസ്സ് കാണിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അവരുടെ ത്യാഗം വലുതാണ്. വലിയ നന്മയുടെ അഹലുകാരാണവർ. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നാം മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറണം എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ് നല്ല പരിപാടിയാണ്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഇവിടെ സംഭാവന ഏൽപ്പിച്ചത് കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിനോടുള്ളൊരു കൂറ് മനസ്സിലാകുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ആരുടെ കണ്ണുനീരിന് കാരണമാവാതെ, ഉമ്മാന്റെയും ഉപ്പാന്റെയും ശാപത്തിനും കാരണമാകാതെ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, അപ്പുറം നാളെ സ്വർഗം വരെ ഒന്നിച്ചു പോകണം. അങ്ങനെയാകണം ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാകേണ്ട ആഗ്രഹം. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം വേണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം. മക്കളതിന് തടസ്സമാകാത്ത രൂപത്തിൽ മക്കളെ നമ്മളെല്ലാം നല്ല സ്വഭാവക്കാരായി പോറ്റി വളർത്തണം. മക്കളോട് പറയണം നീ ഉമ്മാക്ക് കൊടുക്ക്, ഉമ്മ പറയണം നീ വാപ്പാക്ക് കൊടുക്ക്, നീ ഉപ്പാക്ക് കൊടുക്ക്. അപ്പുറവും ഇപ്പുറവും ഉമ്മ ഉപ്പാനെ ബഹുമാനിക്കാൻ, ഉപ്പ ഉമ്മാനെ സ്നേഹിക്കാൻ മക്കളോട് വസിയത്ത് ചെയ്യണം, നസീഹത്ത് പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്യുന്നവർ നമ്മളാകണം. നമ്മെ കൊണ്ടൊരു ജമാഅത്തിൽ ഫിത്ന പാടില്ല. നമ്മെ കൊണ്ടൊരു വീട്ടില് പ്രശ്നമുണ്ടാകാൻ പാടില്ല. നമ്മെ കൊണ്ട് ഒരാളുടെ ജോലി നഷ്ടപ്പെടാനോ, ഒരാളുടെ സമാധാനം നഷ്ടപ്പെടാനോ, ഒരാളുടെ സന്തോഷം നഷ്ടപ്പെടാനോ, ഒരാളുടെ കുടുംബം താറുമാറാകാനോ നമ്മൾ കാരണക്കാരായാൽ അല്ലാഹും അവന്റെ മലക്കുകളും നമ്മെ ശപിച്ചു കളയും. ശൈത്താൻ നമ്മെ കൊണ്ട് സന്തോഷിച്ച് കളയും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ദോഷങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണം അല്ലാഹ്. നാട്ടിലും ഗൾഫിലുമുള്ള എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. കമ്മിറ്റി ഭാരവാഹികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദന്മാർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഈ ജമാഅത്തിന്റെ ഓരോ വീട്ടിലെ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ കൂടിയ ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ വലിയവർ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കണം അല്ലാഹ്. ലൈവിലൂടെ പരിപാടി വീക്ഷിച്ച എല്ലാവരുടെയും കാര്യങ്ങളെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നല്ല വീട് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ നീ ഐക്യത്തിലാക്കണേ അല്ലാഹ്. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും എല്ലാ മതക്കാർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്.